നമ്മുടെ വീട്ടുമുറ്റത്തും അമ്പലത്തിലുമൊക്കെ സാധാരണയായി കാണപ്പെടുന്ന പൂച്ചെടിയാണ് അരളി. വടക്കേ ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലുമാണ് അരളിയുടെ ഉത്ഭവം. ഉഷ്ണമേഖലകളിലാണ് വിഷലിപ്തമായ അരളി വളരുന്നത്. അരളിയിൽ വിഷമുണ്ട് എന്നത് പുതിയ വിവരമല്ല. കാലങ്ങളായി ഇലയും പൂവും തണ്ടും കായയും വേരുമടക്കം വിഷമയമായ ചെടിയാണ് അരളി. ഇതേ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ചെടികളിലും വിഷാംശമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എല്ലാത്തരം അരളികളിലും വിഷാംശമുണ്ട് എന്നതാണ് കരുതപ്പെടുന്നത്. ഇലകളിലാണ് കൂടുതലും വിഷം. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡ് എന്ന രാസപദാർത്ഥം കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും. രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും. കരളിൽ രക്തസ്രാവം, ശ്വാസതടസ്സം, ശ്വാസകോശത്തിൽ രക്തസ്രാവം, ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം, ഹൃദയസ്തംഭനം, ഹൃദയപേശികളിൽ രക്തസ്രാവം എന്നിവയ്ക്കും കാരണമാകും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യും. ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയാക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അരളി കൂടാതെ കോളാമ്പി പൂക്കളോട് സാമ്യമുള്ള പൂക്കളും അരളിയുടേതുപോലുള്ള ഇലകളുമുള്ള മഞ്ഞ അരളി എന്ന ചെടിയുടെ ഇലയിലും പൂവിലും കായിലും വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പൂക്കൾ മണക്കുന്നതും പച്ചയില കത്തിക്കുമ്പോഴുള്ള പുക ശ്വസിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സയനൈഡിന്റെ 1/3 വേഗത്തിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. 1 ഗ്രാം അകത്തെത്തിയാൽ തന്നെ അപകടകരമാണ്. വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി, തലകറക്കം തുടങ്ങിയവ ഉണ്ടാകാം. എന്തായാലും ഇത്രയും വിഷാംശം അടങ്ങിയ ഈ ചെടിയാണ് അമ്പലങ്ങളിലും പ്രസാദമായി കൊടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും അർച്ചന പ്രസാദത്തിൽ നിന്ന് അരളിപ്പൂവ് ഉപയോഗിക്കേണ്ടെന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അരളിപ്പൂവിൽ വിഷാംശം ഉണ്ടെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം. അരളിക്ക് പകരം തെച്ചി, തുളസി തുടങ്ങിയവ ഉപയോഗിക്കും. ദേവസ്വം ബോർഡിന്റെ യോഗത്തിലായിരുന്നു ഈ പുതിയ തീരുമാനം. അതേസമയം അരളിപ്പൂവ് പൂർണ്ണമായും ക്ഷേത്ര ആവശ്യങ്ങളിൽ നിന്നും ഒഴിവാക്കില്ല. അരളിപ്പൂവ് ഉപയോഗിച്ചുള്ള ഹാരം ചാർത്തൽ, പുഷ്പാഭിഷേകം, പൂമൂടൽ പോലെയുള്ള ചടങ്ങുകൾ എന്നിവയിലെല്ലാം ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന്റെ ഉപയോഗം തുടരുന്നതാണ്. കഴിക്കുന്ന പ്രസാദത്തിനൊപ്പവും നെറ്റിയിൽ തൊടുന്ന പ്രസാദത്തിനൊപ്പവും അരളിപ്പൂവ് ഭക്തജനങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അത് ശരീരത്തിനുള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത കണക്കിലെടുത്താണ് അരളിപ്പൂവ് നിവേദ്യത്തിൽ നിന്നും അർച്ചനയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അരളിയിൽ വിഷാംശമുണ്ടെന്ന് സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരിശോധന ഫലം വന്നതിനു ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നതോടെയും അരളി ഉപയോഗിക്കേണ്ടെന്ന പൊതുനിർദ്ദേശം ഉയർന്നതോടെയുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യം തീരുമാനിച്ചത്. അരളിപ്പൂവിൻ്റെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആശങ്ക സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജാതി കാര്യങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും അരളിപ്പൂവിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം ബോർഡ് വിശദമായി ചർച്ച ചെയ്തു. എടുത്ത തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. അർച്ചന പ്രസാദത്തിൽ ഭക്തർക്ക് നൽകുന്ന പ്രസാദത്തിലും ഒപ്പം തന്നെ നിവേദ്യ സമർപ്പണത്തിലും അരളിപ്പൂ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചു. നേരത്തെ ശബരിമല മുന്നൊരുക്കങ്ങൾ തീരുമാനിക്കാൻ ചേർന്ന യോഗത്തിൽ അരളിപ്പൂവിന്റെ വിഷയം ചർച്ചയായിരുന്നു. ആലപ്പുഴയിൽ ഒരു യുവതി മരിച്ചത് അരളിപ്പൂവ് ശരീരത്തിനുള്ളിൽ ചെന്നാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായത്. ഹരിപ്പാട് സ്വദേശിയായ സൂര്യ സുരേന്ദ്രന്റെ മരണത്തിനു പിന്നാലെയാണ് അരളിപ്പൂവിന്റെ വിഷം വലിയ ചർച്ചയായത്. അരളിപ്പൂവും ഇലയും കഴിച്ചത് യുവതിയുടെ മരണത്തിന് കാരണമായെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പിന്നാലെ ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിനെ ആശങ്ക അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ പത്തനംതിട്ടയിൽ പശുവും കിടാവും ചത്തതിനു പിന്നിലും അരളിപ്പൂവാണ് കാരണമെന്ന് സംശയം ഉയർന്നു വന്നതോടെ അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന സംശയം ശക്തമാവുകയായിരുന്നു.